ഇന്ന് അത്യാവശ്യം ഹെക്ടിക്കായിട്ടൊരു ദിവസമായിരുന്നു. കാരണം നമുക്ക് ചെയ്യാൻ കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. പണ്ടെന്ന് പറയുമ്പോഴത്തേക്ക് ഇതുപോലെ കുറേ കാര്യങ്ങൾ ചെയ്യാനുള്ള ദിവസം വന്നിട്ട് ഞാൻ എന്ത് ചെയ്യും, ഇങ്ങനെ ആർത്തുല്ലസിച്ച് നടക്കും, കളിച്ച് ചിരിച്ച് ആ ദിവസം അങ്ങ് നശിപ്പിക്കും. പക്ഷേ ഇപ്പോൾ കുറച്ച് പുരോഗമനമുണ്ട്. കാരണം ഇതുപോലെ കുറേ കാര്യങ്ങൾ ചെയ്യാനുള്ള ദിവസം വരുമ്പോഴത്തേക്കും ഞാൻ എന്ത് ചെയ്യും, അങ്ങ് വെറുതെ ഇരിക്കും. 1-2 മണിക്കൂറൊക്കെ അങ്ങ് വെറുതെ ഇരുന്ന് കളയും. അപ്പോൾ പക്ഷേ എനിക്കൊരിക്കലും അതിൻ്റേതായിട്ടുള്ള ഒരു തരത്തിലുള്ള ജാഡയോ കാര്യങ്ങളോ ഒന്നും തന്നെ എനിക്കില്ല. ഇങ്ങനെയുള്ളൊരു കാര്യങ്ങളിൽ ഞാനൊരു കുറച്ചൊരു കഴിവേറിയ ഒരാളാണെന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇന്ന് നമുക്ക് എന്തായാലും അങ്ങനെ നമുക്ക് ഇരിക്കാൻ പറ്റില്ല. കാരണം എന്ന് പറയുമ്പോഴത്തേക്കും നമുക്കൊരു 10 കാര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊരു 2 കാര്യമെങ്കിലും ഇന്ന് ചെയ്ത് വെക്കണം, അല്ലെങ്കിൽ ചെയ്ത് തീർക്കണം എന്നൊരു വാശി എനിക്കുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ വന്നിരുന്നിട്ട് മെയിൽ അയക്കേണ്ട ഒരു കാര്യമാണ് നോക്കിക്കൊണ്ടിരുന്നത്. മെയിൽ അയക്കുന്നത് നമ്മൾ ബോംബെയിലാണ് അയക്കുന്നത്. ഇനി ചെറിയ ചെറിയ കളികളൊന്നുമില്ല. ഇനി നമ്മുടെ കണക്ഷനും നമ്മുടെ കംപ്ലീറ്റ് കാര്യങ്ങളും വന്നിട്ട് അധോലോകമായിട്ടേ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. അപ്പോൾ നമ്മൾ അതാണ് ചെയ്തുകൊണ്ടിരുന്നത്. അത് ചെയ്ത് കഴിഞ്ഞിട്ട് കുറച്ച് വെള്ളം കുടിച്ചു. കാരണം നമ്മൾ ഷുഗർ കട്ടായിരുന്നു. എന്തിന് നീ ഷുഗർ കട്ട് എടുത്തു എന്ന് ഈ വീഡിയോയുടെ ലാസ്റ്റ് നിങ്ങൾ ആരും എൻ്റെ അടുത്ത് ചോദിക്കരുത്. അപ്പം ഷുഗർ കട്ട് എടുക്കുന്നവർക്ക് അറിയായിരിക്കും, ഈ തുടങ്ങുന്ന 1-2 ദിവസമൊക്കെ അല്ലെങ്കിൽ ഒരാഴ്ചയൊക്കെ വന്നിട്ട് നമുക്ക് ഭയങ്കര ക്രേവിങ്സ് ആയിരിക്കും, ഭയങ്കര ക്ഷീണമായിരിക്കും, തലവേദനകളുടെ സാധനങ്ങളൊക്കെ ഉണ്ടാവും. അപ്പം അതൊക്കെ കഴിഞ്ഞ് ഞാൻ അത്യാവശ്യം ക്ഷീണം ഉള്ളൊരു സിറ്റുവേഷനിലൂടെ ആയിരുന്നു പോയിക്കൊണ്ടിരുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ നേരെ താഴോട്ട് പോയി സാമ്പിളാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു. കാരണം നമുക്ക് ആരും ചെയ്തു തരില്ല. എല്ലാവരും പറഞ്ഞു തരും, ചെയ്യാനുള്ള പ്രോസസ്സൊക്കെ പറഞ്ഞു തരും, പക്ഷെ നമ്മൾ തന്നെ ചെയ്യണം. അങ്ങനെ റൂമിൽ വന്നിരുന്ന് എന്നെ നടക്കാനായിട്ട് വിളിച്ചുകൊണ്ട് പോയി ഇത്രയും സാധനങ്ങൾ എന്നെക്കൊണ്ട് തീറ്റിച്ച് എൻ്റെ ഷുഗർ കട്ട് അവസാനിപ്പിച്ചതിന് ശേഷം എൻ്റെ സുഹൃത്തുക്കൾ എന്നോട് പറയുകയാണ്, എടി പെമ്പിള്ളേരായി കഴിഞ്ഞാൽ കുറച്ച് കൺട്രോൾ